friends, എല്ലാവർക്കും മിനീസ് നെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് പായസമാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് നമ്മുടെ 14ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് ഒക്കെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒന്ന് വേഗം കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പാണ്. അത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 1-2 കപ്പ് ശർക്കര, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ഏലക്ക, കുറച്ച് കിസ്മിസ്, നെയ്യ്, തിളപ്പിച്ച പാല് 5 കപ്പ്. അപ്പോൾ നമുക്കിനി ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. 3 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ മുമ്പേ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഗോതമ്പ് ഏകദേശം 2 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് ഗോതമ്പ് നന്നായി വെന്ത് കിട്ടണം. ഗോതമ്പ് വേകുന്ന ആ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ശർക്കര ഉരുക്കിയെടുക്കാൻ നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ഈ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനിയം റെഡിയാക്കി എടുക്കാം. ഏകദേശം പാനി റെഡിയാകുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും കിട്ടുക. എന്നാലും ഉരുക്കിയെടുത്തതിനകത്ത് തരി ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ അരിപ്പ വെച്ച് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തരികളെല്ലാം മാറി കറക്റ്റ് ശരിക്കും ആ ശർക്കര ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ ശർക്കര ഗോതമ്പിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ശർക്കര നമ്മുടെ ഗോതമ്പിൽ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 5 കപ്പ് ഒരുമിച്ച് ഇതിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യുക. ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കി ഒഴിക്കുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു പായസത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തുക. ഞാനിപ്പോൾ 2ാമത്തെ കപ്പ് പാലൊഴിച്ചു. ആദ്യത്തെ കപ്പ് ഒഴിച്ചത് നന്നായിട്ട് കുറുകി വന്നപ്പോഴാണ് ഞാൻ 2ാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 1 കപ്പ് ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക, ഇളക്കി കുറുകുക. കുറുക്കി കഴിഞ്ഞ് അടുത്ത കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഏലക്ക പൊടിച്ച് വെച്ചതാണ്. ഏലക്ക ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ പായസത്തിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും കിട്ടുക. ഇനി ഞാൻ ചെയ്യാൻ പോണത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും തേങ്ങാക്കൊത്തും നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാൻ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. നെയ്യ് ഉരുകിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വറുത്തെടുക്കുന്നത് കിസ്മിസാണ്. അതിന് കിസ്മിസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ 2 കപ്പ് ഗോതമ്പിന് എത്ര വേണമെന്ന് അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള എടുത്താൽ മതി. കിസ്മിസ് ഞാൻ വറുത്ത് മാറ്റുകയാണ് ഒരു പാത്രത്തിലേക്ക്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ആവശ്യത്തിന് മതി. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വഴറ്റുകയാണ്. ഇനി നമുക്ക് ഇത് നേരെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം കിസ്മിസ് ആഡ് ചെയ്തു, ഇനി തേങ്ങാക്കൊത്തും
ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ നെയ്യും കൂടെ കൂട്ടിയാണ് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും ഇത് വറുത്തതിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് പായസത്തിൽ കിട്ടും. ആഡ് ചെയ്തു, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ശരിക്കും ആ ഏലക്കായുടെ നെയ്യിൽ വറുത്തതിൻ്റെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.